ഇന്ന് ഓണസദ്യയിൽ മറ്റൊരു പ്രധാന വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, മൊരേറി തന്നെയാണ്. അത് നല്ല പൈനാപ്പിൾ ഇട്ട് കാച്ചിട്ടുള്ള മൊരേറി. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് അതിലേക്ക് നല്ല പഴുത്ത പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം അതിലേക്ക് ഒരു 3 പച്ചമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനാവശ്യത്തിന് തേങ്ങ, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും, എന്നിട്ട് നല്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് വീട്ടിൽ തന്നെ ഒഴിച്ചിട്ടുള്ള തൈരാണ്, നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. അതും നല്ലപോലെ നുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അരപ്പ് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ തിളക്കരുത്. അപ്പം നമ്മളത് നല്ലപോലെ കൂടെ നിന്ന് തന്നെ നോക്കി ഇളക്കി നല്ലപോലെ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. സാധാരണ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, ആ മോരിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൈനാപ്പിൾ ഇട്ട് കാച്ചിയതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റെപ്പ് അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നല്ല കടുകും കറിവേപ്പിലയും മുളകും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഉലുവയൊക്കെ ഇട്ട് കടുക് താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബായ്.